കോഴിക്കോട് ബേപ്പൂർ നിവാസികൾ LDFിനെ വിജയം സമ്മാനിച്ചത്. നല്ല വിജയമാണ്. ബേപ്പൂർ നിവാസികൾ 40 വർഷത്തോളമായി ബേപ്പൂർ നിവാസികൾ LDFിനെ ചേർത്ത് നിർത്തിയത്. ഏത് കൊടുങ്കാറ്റിലും ചേർത്ത് നിർത്തുന്ന അത് ഇക്കുറിയും ആവർത്തിച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ബേപ്പൂരിലെ LDF സ്ഥാനാർത്ഥി വിജയ് ശ്രീ മുഹമ്മദ് റിയാസ് ആണ് കൈരളി ന്യൂസിനോട് ഇപ്പോൾ തത്സമയം ചേരുന്നത്. ശ്രീ മുഹമ്മദ് റിയാസ്, ഈ ഒരു തിരിച്ചടി ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിലൊരു വലിയൊരു ആശ്വാസമാണ് ബേപ്പൂർ നിവാസികൾ അങ്ങയോട് LDFിനോട് കാണിച്ചത്. ഈ ബേപ്പൂർ നിവാസികളുടെ ചേർത്ത് പിടിക്കലിനോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, കേരളത്തിൽ പൊതുവേ നമുക്ക് കാര്യങ്ങൾ അറിയാം. ജനവിധിയെ പൊതുവെ മാനിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ പൊതുവെ LDF ചർച്ച ചെയ്യും. ഇവിടെ ബേപ്പൂർ നിയോജക മണ്ഡലം ഈയൊരു ട്രെൻഡ് UDFിന് അനുകൂലമായി നിൽക്കുന്ന ഘട്ടത്തിലും LDFിനോടൊപ്പം നിന്നു. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇവിടുത്തെ LDFിൻ്റെ ഓരോ വ്യക്തികളുണ്ട്, ഓരോ നല്ല മനുഷ്യരുണ്ട്. അവരെല്ലാവരും അഭിവാദ്യം ചെയ്യുകയാണ്. ഈ ഘട്ടത്തിലും LDFിനോടൊപ്പം നിന്ന ജനങ്ങളെ, പ്രത്യേകിച്ച് എല്ലാ വിഭാഗം ആളുകളോടും പ്രത്യേകം നന്ദി പറയുകയാണ്. മറ്റു കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. 2021 കേരളത്തിൽ പൊതുവേ LDFിന് വലിയ അനുകൂല ട്രെൻഡ് ഉണ്ടായ ഘട്ടത്തിൽ അന്ന് കിട്ടിയ വോട്ട് വീതത്തേക്കാൾ, കേരളത്തിൽ കിട്ടിയ വോട്ട് വർധനവിനേക്കാൾ കൂടുതൽ വോട്ട് വർധനമാണ് 2016 2021 ബേപ്പൂർ ജനത LDFിന് നൽകിയത്. ഇത്തവണയും കേരളം ഇങ്ങനെ ചിന്തിച്ച ഘട്ടത്തിലും ബേപ്പൂർ LDFിനോടൊപ്പം നിന്നു. കൂടുതൽ വോട്ട് വിഹിതം നൽകിക്കൊണ്ടാണ് 82,000 വോട്ട് ലഭ്യമാകാൻ സാധ്യതയുണ്ടെന്ന് തുടക്കത്തിലേ പറഞ്ഞിരുന്നു. അതിനേക്കാളൊരു 51 വോട്ട് മാത്രമാണ് കുറവ്. അപ്പോൾ നല്ല നിലയിൽ ജനങ്ങൾ ഇവിടെ LDFിനോടൊപ്പം നിന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ പൊതുവെ പരിശോധിക്കേണ്ടതുണ്ട്. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി, അതായത് പല വിലയിരുത്തലുകളും ഈ തിരിച്ചടി സംബന്ധിച്ച് വരുന്നുണ്ട്. ഇത് തീരെ പ്രതീക്ഷയില്ല, അപ്രതീക്ഷിതമായി എന്ന് പല നേതാക്കളും LDFിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിലയിരുത്തലുള്ളത് സമാനമായി ഇങ്ങനെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. UDFിന് വൻ വിജയം നേടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 1977. അടിയന്തരാവസ്ഥ കഴിഞ്ഞപാട് അന്ന് 111 സീറ്റാണ് UDFിന് ലഭിച്ചത്. രാജ്യം മൊത്തം കോൺഗ്രസ് പാർട്ടി തകർന്നടിഞ്ഞപ്പോഴും കേരളം മാത്രമാണ് ഇത്തരത്തിൽ വലിയൊരു വിജയം. ഈ ഒരു മലയാളിയുടെ ഈ ഒരു മനഃശാസ്ത്രത്തെ ഇതിൻ്റെ ഒരു തനിയാവർത്തനമല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അല്ല, അത് പൊതുവെ പരിശോധിക്കേണ്ടതുണ്ട്. അതിലെന്തൊക്കെയാണെന്ന് പരിശോധിക്കണം. ജനം എങ്ങനെയാണ് വിലയിരുത്തിയെന്ന് പരിശോധിക്കണം. ഞങ്ങളതിലെന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് ഞങ്ങൾ പരിശോധിക്കും, തിരുത്തൽ വരുത്തേണ്ടത് പരിശോധിക്കും. എന്നിട്ട് വളരെ സജീവമായി ജനങ്ങൾക്കൊപ്പം ഇടപെടുന്ന സ്ഥിതി ഉണ്ടാവും. അല്ല, അത് ഞങ്ങൾ ഇടപെടും. ഞങ്ങൾ ആ നിലയിൽ തന്നെ പരിശോധിക്കേണ്ട ഞങ്ങളെ കമ്മിറ്റികളൊക്കെ പരിശോധിച്ച് ആ നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ജനവിധി മാനിക്കുകയാണ്. ജനവിധി മാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകും. തിരുത്തേണ്ട എല്ലാ കാര്യങ്ങളും തിരുത്തിക്കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ തന്നെ അദ്ദേഹം ഉണ്ടാവുമെന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ് സിന്ധൂരി.